അൻവറിന്റെ രാഷ്ട്രീയ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ അതൊരു ജനനേതാവിന്റെ വളർച്ചയേക്കാൾ ഉപരിയായി കൃത്യമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടി നീങ്ങുന്ന ഒരു വൻകിട വ്യവസായിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വിപുലീകരണമായി മാത്രമേ കാണാൻ സാധിക്കൂ. രാഷ്ട്രീയത്തെ സേവനമായോ ആശയപ്രചരണമായോ കാണുന്ന പരമ്പരാഗത രീതികളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ഒരു ലാഭകരമായിട്ടുള്ള വിപണിയായി മാറ്റിയെടുക്കുന്നതിൽ അൻവർ വിജയിച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർ സ്ഥാനം രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഈ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായമാണ്. വിപണിയിൽ ഡിമാൻഡ് കുറയുന്ന ബ്രാൻഡുകളെ ഉപേക്ഷിച്ച് പുതിയ ലേബലിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്ന ഒരു കോർപ്പറേറ്റ് തന്ത്രമാണ് ഇവിടെ നിഴലിക്കുന്നത്. LDF വിട്ട് UDF പാളയത്തിലെത്തുന്നതിന്റെ തൊട്ടു മുൻപ് VD സതീശനെ കടന്നാക്രമിച്ച അൻവർ മാപ്പ് പറഞ്ഞ് അതേ സതീശന്റെ കാലിൽ വീണ് മുന്നണിയുടെ ഭാഗമായി ബേപ്പൂരിൽ മത്സരിച്ച് റിയാസിനോട് തോറ്റാൽ അതോടെ അൻവർ അപ്രസക്തനാവും. അത് മറയ്ക്കാനാണ് ഇപ്പോഴത്തെ ഈ പാർട്ടി പ്രഖ്യാപനം. കേരള രാഷ്ട്രീയത്തിൽ അൻവർ മോഡൽ എന്നത് സങ്കീർണമായിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിന്റെ തണലിൽ വളർന്ന് അധികാരമുറപ്പിച്ച ശേഷം അതേ പാളയത്തിൽ വിള്ളലുണ്ടാക്കി പുറത്തു വന്ന അൻവർ പിന്നീട് തൃണമൂൽ കോൺഗ്രസ് എന്ന ബംഗാൾ അധിഷ്ഠിത പാർട്ടിയുടെ കേരളത്തിലെ ഒരു ഫ്രാഞ്ചൈസി അങ്ങ് ഏറ്റെടുത്തു. എന്നാൽ കേരളത്തിന്റെ മണ്ണിൽ ആ ബ്രാൻഡിന് വലിയ വിപണന സാധ്യതയില്ലെന്ന് ബോധ്യപ്പെട്ട നിമിഷം യാതൊരുവിധ നന്ദിയുമില്ലാതെ ആ ബന്ധം വിച്ഛേദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ ഒരു ചവിട്ടുപടിയായി മാത്രം ഉപയോഗിച്ച അൻവർ ഇപ്പോൾ മതേതരത്വത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പേര് പറഞ്ഞ് തന്റെ പുതിയ കച്ചവടത്തിന് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു കവർ സ്റ്റോറി കണ്ടെത്തുകയാണ്. ഈ രാഷ്ട്രീയ കുത്തിത്തിരിപ്പിന്റെ ഏറ്റവും വലിയ ഇര ആര്യാടൻ ഷൗക്കത്താണെന്നതിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിലമ്പൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പര്യായമായിട്ടുള്ള ആര്യാടൻ കുടുംബത്തെ തകർക്കുക എന്നത് അൻവറിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇടതുപക്ഷത്തായിരുന്നപ്പോൾ നേരിട്ട് എതിർത്ത ഷൗക്കത്തിനെ ഇപ്പോൾ കോൺഗ്രസ് അനുകൂല വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്താനാണ് അൻവർ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോട് സമരസപ്പെടുന്നു എന്ന് പറയുന്നതിലൂടെ നിലമ്പൂരിലെ കോൺഗ്രസ് വോട്ടുകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഷൗക്കത്തിന്റെ അണികളെ അടർത്തിയെടുക്കാനുമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. ഇതൊരു രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് എതിരാളിയുടെ വിപണി പിടിച്ചെടുക്കാൻ നടത്തുന്ന ക്രൂരമായിട്ടുള്ള ഒരു ബിസിനസ് അട്ടിമറിയാണ് അൻവർ രാഷ്ട്രീയ ശൈലിയിൽ അണികൾക്ക് എന്നത് ഏറ്റവും വലിയ ഒരു തന്ത്രമായി അങ്ങനെ നിൽക്കുകയാണ്. വൈകാരികമായിട്ടുള്ള പ്രസംഗങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ തന്ത്രങ്ങളിലൂടെയും ജനങ്ങളെ സ്വാധീനിച്ച് അവരെ തന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിൽ അദ്ദേഹം അസാമാന്യ വൈഭവവും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂടുമാറുമ്പോഴും തന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. തൃണമൂൽ വിട്ടതും പുതിയ പാർട്ടി രൂപീകരിക്കുന്നതും മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന വാദം ഒരു പുകമറ മാത്രമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു നിർണായക ശക്തിയായി മാറി മുന്നണികളുമായി വിലപേശാനുള്ള ശേഷി കൈവരിക്കുക എന്നതാണ് ഈ പുതിയ സംരംഭത്തിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. രാഷ്ട്രീയത്തെ കച്ചവടവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അൻവർ നടത്തുന്ന ഈ കരുനീക്കങ്ങൾ ജനാധിപത്യത്തിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. തനിക്ക് ഹിതമല്ലാത്ത നിയമങ്ങളെയും സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയും പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ സമാന്തര അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. നിലമ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഷൗക്കത്തിനെതിരെ വികാരം ഇറക്കിവിടുന്നതിലൂടെ ആ മേഖലയിലെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും അത് തന്റെ പുതിയ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുക എന്ന കൊടില തന്ത്രമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഷൗക്കത്തിനെ രാഷ്ട്രീയമായി അപ്രസക്തനാക്കിയാൽ മാത്രമേ നിലമ്പൂരിൽ അൻവറിന് ഏകാധിപതിയായി വാഴാൻ സാധിക്കൂ എന്ന കച്ചവടക്കണ്ണാണ് ഇതിന്റെ പിന്നിൽ. മെയ് 2-ാം വാരത്തോടുകൂടി പ്രഖ്യാപിക്കാനിരിക്കുന്ന പുതിയ പാർട്ടി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയായിരിക്കും പ്രവർത്തിക്കുക. അതിന്റെ CEO സ്ഥാനത്ത് അൻവർ തന്നെയായിരിക്കും. മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയ വാക്കുകൾ ആ കമ്പനിയുടെ പരസ്യവാചകങ്ങൾ മാത്രമായിരിക്കും. ഷൗക്കത്തിനെ പോലെയുള്ള പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കളെ പുകച്ചു പുറത്താക്കാൻ അൻവർ പ്രയോഗിക്കുന്ന ഈ കുത്തിത്തിരിപ്പ് തന്ത്രങ്ങൾ രാഷ്ട്രീയ കേരളത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ആശയങ്ങളിൽ വിശ്വസിക്കാത്ത അധികാരവും ലാഭവും മാത്രം ലക്ഷ്യം വെക്കുന്ന ഇത്തരം രാഷ്ട്രീയ വ്യാപാരികൾക്ക് മുൻപിൽ ജനാധിപത്യം എത്രത്തോളം സുരക്ഷിതമാണെന്ന് വരും കാലങ്ങൾ തെളിയിക്കും.